അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 10 ബെസ്റ്റ് ഫോൺ ഉണ്ട്. 20,000 രൂപക്കുള്ളിൽ വരുന്ന കുറച്ച് ടോപ്പ് 10 ആയിട്ടുള്ള ഫോണുകളാണ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെത് നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ഫോണാണോ ഏതാണോ ഉപയോഗിക്കുന്നത് അവിടെ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് വിമൽ ഡീൽസ് ഡോട്ട് ഓൺലൈൻ അടിക്കുക. വിമൽ ഡീൽസ് ഡോട്ട് ഓൺലൈൻ. അപ്പോൾ ഇത്തരത്തിലൊരു സൈറ്റ്, ഒരു ഓറഞ്ച് ഇതായിട്ട് ആ വിമൽ ഡീൽസ് ഡോട്ട് ഓൺലൈൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഇത് കാണാൻ പറ്റും. ഒരു ഫോണിൻ്റെത് എത്ര ഉണ്ട്, ഇതിനാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 20,000 രൂപയുടെ ഫോണാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെർച്ച് ബട്ടണിൽ പോവുക, ജസ്റ്റ് 20,000 അടിക്കുക. 20,000 ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതാ ടോപ്പ് 10 ബെസ്റ്റ് ഫോൺ അണ്ടർ 20,000 റിപ്പോർട്ട് ഓൺ ഫ്ലിപ്കാർട്ട്. അതായത് നമ്മൾ നോർമലി എല്ലാ ഇതിനും ബേസ് ചെയ്തിട്ടാണ് ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ 20,000 രൂപയ്ക്ക് വരുന്ന സ്മാർട്ട് ഫോണുകളിൽ 10 മുതൽ 1 അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് സാംസങ് ഗാലക്സി M35G എന്ന ഫോണാണ്. ഏകദേശം 18,999 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എക്സനസിൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. 6.6 ഫുൾ HD സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. 6000 mAh ബാറ്ററി, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഉണ്ട്, 50 MB ക്യാമറ ഉണ്ട്. അതായത് 3 ക്യാമറ സെറ്റപ്പാണ് വരുന്നത് ടോട്ടൽ. അതിൽ തന്നെ 50, 8, 2 MB. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 13 MB ആണ്. 6GB 128GB ഇത് വേരിയൻ്റ് ഇതാണ്. 4 വർഷത്തെ OSൻ്റെ ഇതും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് ഷവോമിയുടെ റെഡ്മി നോട്ട് 13 5G ആണ്. 17,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 6080 പ്രോസസ്സറാണ്. 6.67 ഇഞ്ചാണ്. ഫുൾ HD അമോലെഡ് 120 ഹെർട്സ് ഡിസ്പ്ലേ, 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട് മെയിൻ ക്യാമറ. പിന്നെ 8 MB പിന്നെ 2 MB ആണ് ക്യാമറ വരുന്നത്. 5000 mAh പിന്നെ ബാറ്ററി വരുന്നുണ്ട്. 32 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. പിന്നെ 6GB 128GB ആണ് വേരിയൻറ്റ്. പിന്നെ വരുന്നത് OnePlusൻ്റെ നോഡ് CE 4 ലൈറ്റ് 5G വന്ന ഫോണാണ്. 20,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 695 5G വന്ന പ്രോസസ്സറാണ്. 6.67 ഇഞ്ച് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 5500 mAhൻ്റെ ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. അതായത് 20-25 മിനിറ്റിൽ നിങ്ങൾക്ക് ഫുൾ ചാർജ് ആകും. ഏകദേശം 15 മിനിറ്റിൽ തന്നെ 20 മിനിറ്റിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് 1 മുതൽ 80% വരെ ചാർജ് ആകും. വേരിയൻ്റ് വരുന്നത് 8GB 128GB ആണ്. ഓക്സിജൻ OS ആണ് സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് റിയൽമിയുടെ 12+ 5G എന്ന മോഡലാണ്. അത് 19,000 രൂപയാണ് വരുന്നത്. നിലവിൽ അതിന് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ 0% ഇൻട്രസ്റ്റിൽ അവരുടെ തന്നെ EMI സ്കീമിൽ വരുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 7050 ആണ് പ്രോസസ്സർ. 6.67 ഇഞ്ച് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ റെയിൻ വാട്ടർ, അതായത് വെള്ളമൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേക്ക് ടച്ച് ചെയ്യാൻ പറ്റും. 5000 mAhൻ്റെ ബാറ്ററി, 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും വരുന്നുണ്ട്. ക്യാമറ വരുന്നത് സോണിയുടെ 50 മെഗാ പിക്സലും പിന്നെ ഒരു 8 MBയുടെ അഡീഷണൽ ക്യാമറയാണ് വരുന്നത്. 8GB 128GB വേരിയൻ്റ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ലാവ. അധികം കേൾക്കാത്തതാണ്, പക്ഷേ ലാവ ഇപ്പോൾ കയറി വരുന്നുണ്ട്. ലാവ അഗ്നി 2 എന്ന് പറഞ്ഞ ഫോണാണ്. 5G ആണ്. 20,000 രൂപയാണ്. നിലവിൽ ഈ പറഞ്ഞതിലൊക്കെ വെച്ചിട്ട് 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും കർവ്ഡ് ആണ്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക് ഡയമൻസിറ്റി 7050ൻ്റെ പ്രോസസ്സറാണ്. 50 MBൻ്റെ 2 ക്യാമറയും പിന്നെ 16 MBൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ബാറ്ററി പക്ഷേ 4700 mAh ഉള്ളൂ. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് 66 വോൾട്ട് വരുന്നുണ്ട്. പിന്നെ 8GB 256 വേരിയൻ്റ് വരുന്നത്. പിന്നില്ല മോട്ടോറോളേൻ്റെ G85 5G ആണ്. 18,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 6S Gen 3 പ്രോസസ്സറാണ്. 6.67 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 50 MBൻ്റെ സോണിൻ്റെ ഒരു ക്യാമറയും പിന്നെ 8 MBൻ്റെ ഒരു ക്യാമറയും പിന്നെ 32 MBൻ്റെ ഫ്രണ്ട് ക്യാമറ, 5000 mAhൻ്റെ ബാറ്ററി, 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പാണ്. 8GB 128GB പ്രോസസ്സറാണ് ഇനി വരുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ നത്തിങ്ങിൻ്റെ CMFൻ്റെ ഫോൺ 1 ആണ്.
ഏകദേശം 16,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. മീഡിയാടെക് ഡൈമെൻസിറ്റി 7300 പ്രോസസ്സറാണ്. 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേൻ്റെ സൈസ് വരുന്നത്. 120 ഹെർട്സ് വരുന്നുണ്ട്. 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 5500 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജും. പിന്നെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 50 MBൻ്റെ ഒരു മെയിൻ ക്യാമറയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 50 MBൻ്റെ പോർട്രേറ്റ് ക്യാമറയും പിന്നെ 16 MBൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. 6GB 128GB ആണ് അതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. പിന്നെ വരുന്നത് പോക്കോ X6 5G ആണ്. സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 പ്രോസസ്സറാണ്. ഡിസ്പ്ലേ 6.67 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആണ്. 5100 mAh ബാറ്ററിയും 67 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ക്യാമറ സെറ്റപ്പ് വരുന്ന 3 64ഉം 8ഉം 2ഉം പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16ഉം. പിന്നെ 8GB 256GBൻ്റെ വേരിയൻ്റ് ആണ് നിലവിൽ വരുന്നത്. പിന്നെ വരുന്നത് വിവോ T3 5G ആണ്. അത് 20,000 രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. മീഡിയാടെക് ഡൈമെൻസിറ്റി 7200ൻ്റെ പ്രോസസ്സറും 6.67 ഇഞ്ചിൻ്റെ അമോലെഡ് 120 റിഫ്രഷ് റേറ്റ് വരുന്ന 1800 നിറ്റ് ബ്രൈറ്റ്നസ് ലെവൽ വരുന്ന ഫോണാണ്. 50 MBൻ്റെ സോണീൻ്റെ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു 2 MBൻ്റെ അഡീഷണൽ ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAhൻ്റെ ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും കൂടിയാണ് അതിന് വരുന്നത്. 8GB 128GB വേരിയൻ്റാണ് അതിന് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന IQ Z9 5G ആണ്. മീഡിയാടെക് ഡൈമെൻസിറ്റി 7200 പ്രോസസ്സറുകളിലെ രാജാവുകളിലൊന്നാണ്. പിന്നെ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD അമോലെഡ് 1200 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്ന 1800 ബ്രൈറ്റ്നസ് നിറ്റ്സ് വരുന്ന ഫോണാണ്. 50 MBൻ്റെ 4K അടക്കം ഇത് ചെയ്യാൻ പറ്റുന്നൊരു ഇതും പിന്നെ ഒരു 2 MBൻ്റെ പോർട്രേറ്റ് ക്യാമറയാണ് വരുന്നത്. പിന്നെ 5000 mAhൻ്റെ ബാറ്ററിയും 44 വോട്ട് ഫാസ്റ്റ് ചാർജും ആണ് വരുന്നത്. പിന്നെ 8GB 128 വേരിയൻ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് അറിയുന്നത്. ഇപ്പോൾ ഇതൊരു കമ്പാരിസനായിട്ട് ഞാൻ ഇട്ടതാണ്. ഇപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് മോഡലുകൾ ഉണ്ടെങ്കിലും ഞാൻ ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത് IQ Z9 5G ആണ്. പിന്നെ രണ്ടാമതായിട്ട് വിവോ T3 5G ആണ്. പോക്കോ S6 5G ആണ്. പിന്നെ CMF, മോട്ടോ, അവാക്നി, റിയൽമി 12+, OnePlus Nord CE3 ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ നെറ്റ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ആണ് ഈ വരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് ഇതാക്കിയിട്ട് വാങ്ങിക്കാം. പിന്നെ ഇതെന്താ വീണ്ടും ഒരു 30,000 രൂപക്കുള്ളിൽ വരുന്ന കുറച്ച് ഫോൺ 20-നും 30-നും ഇടയിൽ വരുന്ന ഫോണുകൾ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക.